ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ വെനസ്ഡേ മോർണിംഗത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ വിഷ്ണു അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുവാണ്. അമ്മയ്ക്ക് ഇന്ന് ഡയാലിസിസ് ആണ്. ആഴ്ചയിൽ 2 ദിവസമാണ് ഡയാലിസിസ് ഉള്ളത്, ബുധനും ശനിയും. അപ്പോൾ നമുക്കിവിടെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. അതുകൊണ്ട് പോകുന്നതിനും വരുന്നതിനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ ഒരു ഡയാലിസിസിൻ്റെ ടൈം എന്ന് പറഞ്ഞത് കുറഞ്ഞത് 4 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ രാവിലെ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 10:30, 11 മണിയൊക്കെ ആവും കഴിയുമ്പോൾ. വെക്കേഷൻ ആയത് കാരണം കല്യാണി സുഖം ഉറക്കമാണ്. കല്യാണി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിച്ചെഴുന്നേൽപ്പിക്കണം. വിഷ്ണു ഇടയ്ക്കൊന്ന് വന്ന് ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡി ആയിട്ടായിരിക്കും പിന്നെ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് കൊഴുക്കട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, കുഞ്ഞു കൊഴുക്കട്ട. അപ്പോഴേക്കും വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ചായ ഒന്ന് ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ വിഷ്ണു ചായ ഇടുന്ന സമയത്ത് ഞാൻ കൊഴുക്കട്ടയുടെ മാവൊക്കെ ഉരുട്ടിയെടുക്കുകയാണ്. കൊഴുക്കട്ട എന്ന് വെച്ചാൽ വലിയ കൊഴുക്കട്ടയല്ല കേട്ടോ, കുഞ്ഞു 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 സൈസിൽ തേങ്ങാപ്പാലിലിട്ട് തേങ്ങയൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണിത്. നമ്മൾ ഫ്രീ ആയിട്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പം കേട്ടോ. അല്ലെങ്കിൽ മെനക്കേടാണെന്ന് എനിക്കിത് ഉണ്ടാക്കി വന്നപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇതേ ഉണ്ട ഉരുട്ടിത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തേങ്ങാപ്പാലിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാലൊക്കെ തയ്യാറാക്കി അതിൽ കുറച്ച് ഉപ്പൂടെ ഇട്ട്, ഇവിടെ ഡയബറ്റിക് ഒക്കെ ആയത് കാരണം ഞാൻ പഞ്ചസാരയൊന്നും ഇട്ടില്ല. ബട്ട് പഞ്ചസാര കൂടെ ഇട്ടാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് പിന്നെ മൊത്തത്തിലെടുത്ത് തട്ടണ്ട, ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് എടുക്കുക. അതിനുശേഷം ഒരു 10-20 മിനിറ്റൊക്കെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ടാണ് ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് തോരൻ വെക്കണം. അപ്പോൾ ക്യാബേജ് തോരൻ വെക്കുന്ന മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അപ്പോഴേക്കും ക്യാബേജിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ ഇങ്ങനെ വരും. അതങ്ങ് ഊറ്റി കളഞ്ഞിട്ടാണ് ക്യാബേജ് തോരൻ വെക്കുന്നത്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വരും. ഇനി നമുക്ക് കൊഴുക്കട്ട ഒന്ന് വെന്തോന്ന് നോക്കാവേ. ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഷേപ്പൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. കഴിക്കാനും അതുപോലെ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. സാധാരണ ഇവിടെ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടെ വെള്ളത്തിലൊക്കെയാണ് അമ്മ ഉണ്ടാക്കുന്നത്. ഞാനിതിപ്പോൾ വെള്ളം വെച്ചത് കുറഞ്ഞു പോയി, എന്നാലും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കല്യാണിക്കുട്ടിക്ക് ഇത് വലിയ താല്പര്യമല്ല. കല്യാണിക്കുട്ടിക്ക് ഇത് ഇതുപോലെ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു 2-3 എണ്ണം കല്യാണിക്ക് ഇത് ഈ കാണുന്ന രീതിയിലുണ്ടാക്കി അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. നമ്മുടെ ചോറൊക്കെ അവിടെ റെഡിയായി. ഒരിക്കലും കല്യാണിക്കുട്ടി ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാനൊരു ചമ്മന്തി അരച്ചെടുക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് മുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് അത് വെച്ചിട്ട് നമ്മൾ നോർമലി ചമ്മന്തി അരച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി എൻ്റെ ലഞ്ച് പാക്കിംഗ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോയി റെഡിയാവും ഓഫീസിൽ പോകാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ.